ഞങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് December 31 ന്യൂ ഇയർ നൈറ്റ് ആയിട്ടോ. ഇസുദ കുളിച്ച് ഫ്രഷ് ആയി. ഇസുവിനെ ഞാൻ കുളിപ്പിച്ചു. ഇനി ഇസുവിന് ഡ്രസ്സ് ഇടിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനും എനിക്ക് റെഡി ആവണം. ഞാൻ ഇസുവിനെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് ഐസു സേ ഹായ്. സുഖമാണോ ചോദിക്കും? സുഖമാണോ എല്ലാവർക്കും? അല്ല. അപ്പൊ ഇന്ന് ന്യൂ ഇയർ നൈറ്റ് ആട്ടോ. ഞങ്ങൾ ഇന്ന് ചെറുതായിട്ടൊരു എല്ലാവരും ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ എല്ലാവരും കൂടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ബീഫ് ഗ്രിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് ഗ്രിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പെട്ടെന്ന് പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ ഞങ്ങൾ ന്യൂ ഇയർ നൈറ്റിലെ വിശേഷങ്ങൾ കണ്ട് റിംഷയും മക്കളും ഒക്കെ വരുന്നുണ്ട്. സോ നമ്മളാണ് ഇന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബ് ഫാമിലി 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ ന്യൂ ഇയർ നൈറ്റിലെ സ്പെഷ്യൽ എന്താണ് വിശേഷങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും എന്തെങ്കിലും നോക്കി പറ. ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും. ഓ ഈ കണ്ണാടിയോ അതാണോ ഐസു വെക്കുന്നേ? ഓക്കെ വേണ ഐസു അത് വെക്ക്. ഓക്കെ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ടടി. പെട്ടെന്ന് വെക്ക്, സ്വാഗതം പറയാനാ. ഓക്കെ ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇനി കുളിച്ച് ഫ്രഷ് ആകുമ്പോഴേക്കും ഞാൻ നമ്മുടെ ബീഫ് ഗ്രില്ലിനായിട്ട് വെച്ചപ്പെടുത്താനുള്ള കുറച്ച് ഫോട്ടേജസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് കണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഏതാ ന്യൂ ഇയർ സ്പെഷ്യൽ ക്ലീനിങ് ആണ് കേട്ടോ. എൻ്റെ ബാക്കിൽ നടക്കുന്നത് ആച്ചും ഫാരിസ് നല്ല തകൃതിയായിട്ട് ക്ലീനിങ്ങിലാണ്. ഞാൻ നമ്മുടെ ബീഫൊക്കെ അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാനായിട്ട്. ഇനി ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് കയറ്റണം. കൂടെ നമ്മുടെ അടിപൊളി ടർക്കിഷ്ടിയുടെ ഡീടോക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഡീടോക്സ് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ ടർക്കിഷ്ടി പിന്നെ അടിപൊളിയാവുള്ളൂ കേട്ടോ. മസാല ഭയങ്കര സിമ്പിൾ മസാലയാണ് ഇന്ന് ഗ്രില്ലിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് റോസ്മേരിയും നമ്മുടെ ഗാർലിക്കും കൂടെ ഇടയ്ക്കിടയ്ക്ക് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. സോ ഗ്രില്ലായിട്ടൊരു അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. അതിനിടയ്ക്ക് ഇതാ ഷാനു ടർക്കിഷ്ടി കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഒഴിക്കും ഡീടോക്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഹോട്ട് വാട്ടർ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ ടർക്കിഷ് ടീ ഉണ്ടാക്കുന്നത്. എത്രയാണോ നമുക്ക് ഹാർഡ്നെസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് ടീ ഒരു സ്പെഷ്യൽ ടീ ആണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ടർക്കിഷ് ടീയിൽ. അത് ടർക്കി എന്നുള്ള ടീ തന്നെ യൂസ് ചെയ്യണം. അങ്ങനെ ഞങ്ങളിതാ ബട്ടർ പേപ്പർ എടുത്തു. ബട്ടർ പേപ്പറിനകത്തേക്ക് ഈ ബീഫ് വെച്ചിട്ട് ഗ്രില്ലിനകത്തേക്ക് കയറ്റാനുള്ള പരിപാടി നോക്കുവാണ്. ബീഫിൻ്റെ ലെഗ് പീസ് ഗ്രില്ല് ചെയ്യാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ തുടങ്ങിയതാട്ടോ. ഒരുപാട് ഷോപ്പിൽ നോക്കി, പക്ഷെ നമുക്ക് കിട്ടിയില്ല. പിന്നെ ഫൈനലി ഞങ്ങൾക്ക് നമ്മുടെ ഷോൾഡർ പീസാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഷോൾഡർ പീസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് അതിനകത്ത് നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് ഈ റോസ്മേരിയും ഗ്രീൻ ചില്ലിയും ഗാർലിക്കൊക്കെ നന്നായിട്ട് ഇടയ്ക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു മിനിമൽ മസാലയിൽ ആ മീറ്റിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ജ്യൂസി ആയിട്ട് കിട്ടുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ബട്ടർ പേപ്പറും നമ്മുടെ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു ക്ലോസ്ഡ് ഗ്രിൽ കുക്കിംഗ്, അങ്ങനെ ഒരു എക്സാക്ട് കുക്കിംഗ് മീൻസ് ഗ്രില്ലായിട്ട് കിട്ടുന്നതും അല്ല, ഭയങ്കര ജ്യൂസി ആയിട്ട് ഫ്ലഷി ആയിട്ട് കിട്ടുന്ന ടൈപ്പിലാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഈ മസാലയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സുമക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അതൊരു ടർക്കിഷ് ഒരു അറബിക് ടൈപ്പിലുള്ളൊരു സാധനമാണ്. അത് ഭയങ്കര രസമുള്ളൊരു മസാലയാണ് കേട്ടോ. ഭയങ്കര മിനിമൽ മസാല ഫീൽ തരും. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ഫോക്ക് വെച്ചിട്ട്, അതായത് സ്ക്രൂവർ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാല ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു ഓവർനൈറ്റ് മാരിനേഷനൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതെന്തോ ഫിഷ് അല്ല ഇന്ന്. ദിസ് ഈസ് ബീഫ്. എന്താണ് ബീഫ്? ബീഫ് എന്ന് പറഞ്ഞ ബീഫ് ചിക്കൻ അല്ലേടി, ബീഫാ. ഇത് ഹാപ്പി ന്യൂ ഇയർ സ്പെഷ്യലാ. എന്തോ ഐസു ഹബീബി അല്ല, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ ഐസു അങ്ങോട്ട് കിട്ടും. ഹാപ്പി ന്യൂ ഇയർ ഇസു പറഞ്ഞേ. ഇസു ലുക്ക് അറ്റ് ദേർ. ഹാപ്പി ന്യൂ ഇയർ. അങ്ങോട്ട് ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോഴായിട്ടൊക്കെ ഇനി ഞങ്ങളിതാ ബീഫ് നന്നായിട്ട് പൊതിഞ്ഞ് ഗ്രില്ലിൽ കയറ്റാനുള്ള പരിപാടി കേട്ടോ. നല്ല ടൈറ്റായിട്ട് റാപ്പ് ചെയ്യുന്നുണ്ട് അച്ചു. ഇതാരാ ഇവിടെ?
ആരാ ഇവിടെ? ആരാ ബേക്കിൽ? ആരാ? അടുത്ത ആള് വരുന്നു. വലിച്ച് കേറാൻ ആരാ? മങ്കി കുട്ടിയാ? ആ ചില ഉടുപ്പിലാവും. കിട്ടണോ? അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് ഞാനൊരു ഷർട്ടാണ് കേട്ടോ, ഒരു ഷർട്ടും ജീനുമാണ് ഇട്ടേക്കുന്നത്. ഷോയും ഒരു ഷർട്ട്, ഒരു കോഫി ബ്രൗൺ പോലത്തെ കളർ ഷർട്ടും ഒരു ജീനുമാണ് ഇട്ടേക്കുന്നത്. സോ ഇനി താഴോട്ട് പോകണം. നമ്മുടെ ബീഫ് എന്തായെന്ന് അറിയില്ല, ബീഫ് എന്തായെന്ന് നോക്കണം. ഞാൻ എല്ലാ പ്രാവശ്യം ന്യൂ ഇയറിന് വീട്ടിൽ തന്നെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിലും അപ്പോൾ ഈവൻ പുറത്ത് പോകുന്നെങ്കിലും എന്താണ് ന്യൂ ഇയറിന് കുറച്ച് അവേഴ്സ് മുന്നേ നന്നായിട്ടൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കും കേട്ടോ. അത് എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഇയർ സ്റ്റാർട്ടിങ് ഭയങ്കര പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനത് കുറേ ഇയേഴ്സായിട്ട് ഞാനത് ഇൻറ്റൻഷനലി ഞാനിനി എത്ര ഡൗൺ ആണെങ്കിലും എത്ര അന്നത്തെ ദിവസം ഇതാണെങ്കിലും ഞാൻ ഇൻറ്റൻഷനലി എന്നെ ഒന്ന് പുള്ളപ്പ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. സോ അപ്പോൾ ഞാൻ ഇനി താഴോട്ട് പോട്ടെ. താഴോട്ട് പോയിട്ട് എന്താണ് നമ്മുടെ ബീഫ് എന്താണെന്ന് നോക്കട്ടെ. ഇതിനിടയിൽ ചെറിയൊരു കാര്യം പറ്റി കേട്ടോ. റിംഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 o'clock ആകുമ്പോഴത്തേനും നമ്മൾ ഗ്രില്ല് ചെയ്യാൻ കയറ്റാം, അതായത് ഗ്രില്ല് ചെയ്യാൻ ഓവനിലേക്ക് വെക്കാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ 9 o'clock, അപ്പോൾ 10 o'clock ആയിട്ട് റിംഷയുടെ കോളൊന്നും കാണാത്തോടെ ഞാൻ അങ്ങോട്ട് കോൾ ചെയ്തു. അപ്പോൾ റിംഷ എടുത്തില്ല. അതിനുശേഷമാണ് ഞാൻ കുളിക്കാൻ കയറിയതൊക്കെ. എന്നിട്ട് തിരിച്ചിറങ്ങി ഇപ്പോൾ റിംഷ വിളിച്ചിട്ട് റിംഷ ഉറങ്ങിപ്പോയി, ഗ്രില്ല് ചെയ്യാൻ ചിക്കൻ കയറ്റിയതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ടേക്ക് യുവർ ടൈം എന്ന് ഞാൻ പറഞ്ഞിട്ട്. അപ്പം ഇനി എന്തായാലും കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ. പക്ഷെ കുഴപ്പമില്ല, യൂഷ്വലി നമ്മൾ ന്യൂ ഇയറിന് വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് ശ്രമിക്കാറുണ്ട്. സോ മേ ബി ഇന്ന് അങ്ങനെ ഒരു ദിവസം ആവാൻ ചാൻസ് ഉണ്ട്. ലേറ്റ് നൈറ്റ്, അതായത് നമ്മൾ ഏർലി മോർണിംഗൊക്കെ ആയിരിക്കും മിക്കവാറും ഉറങ്ങാനുള്ളൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണ്ടിട്ട് തോന്നുന്നത്. സോ ഇനി എനിക്ക് താഴ്ച വന്നിട്ട് എന്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലഡ് ഉണ്ടാക്കാനുണ്ട്, ഡ്രിങ്ക്സ് ഉണ്ടാക്കാനുണ്ട്, പിന്നെ കുറച്ച് വെഡ്ജസ് എയർ ഫ്രയറിൽ കയറ്റിയിട്ട് അതും കൂടെ റെഡിയാക്കാനുണ്ട്. എൻ്റെ ലിലീസ് കണ്ടോ? ലിലീസ് ഇപ്പോഴും എന്താ നല്ല അടിപൊളിയായിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഷാനു ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്തത് എത്ര ദിവസമായി? ഒരു 4 days ആയി. ഇപ്പോഴും എന്താ 4-5 days ആയി. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇസുവിൻ്റെ തല കെട്ടാനായിട്ട് ഭയങ്കര പാടാട്ടോ. പെങ്കൊച്ചായപ്പോഴത്തേന് ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര സ്റ്റൈലാക്കി, മീൻസ് ഹെയറൊക്കെ എപ്പോഴും കെട്ടി കൊണ്ട് നടക്കാന്നൊക്കെയുള്ള മോഹമായിരുന്നു. പക്ഷെ ഇസുവിൻ്റെ മുടിയിൽ തൊടാൻ ഇസു സമ്മതിക്കില്ല. ഇപ്പം പിന്നെ ദാ കാർട്ടൂൺ കണ്ട് ഇങ്ങനെ നിന്ന സമയത്ത് അവൾ അറിയാതെ തല കെട്ടിയതാണ് കേട്ടോ. ഐസു ഉണ്ട്, രണ്ടുപേരും സെയിം ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത് ന്യൂ ഇയറിന്. ഐസു രണ്ടുപേരും എന്താ ബ്രഷൊക്കെ ആയിട്ട് നടക്കുന്നത്? സെയിം ബ്രഷോ? ഓ ബ്രഷ് വരെ സെയിം ആണല്ലോ. ഒന്നോ ഒരു ഹായ് പറഞ്ഞേ. ഓ അങ്ങനെയാണോ ഈ ബ്രഷ്? അതെ, ന്യൂ ഇയർ ആയിട്ട് നാളെ തൊട്ട് റെസൊല്യൂഷനാണ് ഷാനു പറഞ്ഞായിട്ട് പല്ല് വയ്ക്കാൻ. അതാണ് സെയിം ബ്രഷിന്റെ സെയിം മാച്ച് കളറുണ്ടോ? ഹലോ, അതാരാ ഐസു? ബീഫ് ഓൾമോസ്റ്റ് ആയി, പക്ഷെ അത് പുറത്തെടുത്തിട്ടില്ല, ഇപ്പോഴും ഓവനകത്താ. എന്ത് സോ? ഓ യു വോണ്ട്? ഓക്കെ ഓക്കെ ഇസു കസേരയൊക്കെ എടുത്തിട്ട് ഇതാ വന്ന് കേട്ടോ. ഇസുവിന് ജോയിൻ ആക്കണം. ഓക്കെ, ഇതെന്താ ഇസു? മാങ്കോയാ? മാങ്കോ അല്ല, സാറിന് കനം കുറച്ചിട്ട് ജൂലിയൻ കട്ട്. ജൂലിയൻ കട്ട് ആ അത് കേട്ടെ.
എങ്ങനെയുണ്ടായിരുന്നു 2025? സന്തോഷകരമായൊരു വർഷമായിരുന്നു. സന്തോഷം കുഴപ്പമില്ലായിരുന്നു അല്ലേ? നല്ല അടിപൊളി ഇടയ്ക്ക് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. എന്നാലും ശരിയാ, 1-2 കാര്യങ്ങൾ. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഞങ്ങള് 2025 നല്ല അടിപൊളി വർഷമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ കൺട്രി ട്രാവൽ ചെയ്ത വർഷം അല്ലേ? എത്ര കൺട്രി ട്രാവൽ ചെയ്ത് നമ്മള്? 5 കൺട്രി നമ്മൾ കവർ ചെയ്ത്. പിന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടിയ വർഷമാണ് ഈ ടീം ചേഞ്ച് ചെയ്തത്. അതെ അതെ. പക്ഷെ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ച വർഷമാണ് കേട്ടോ 2025. പിന്നെ ഈ വർഷം ദൈവം സഹായിച്ച് പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ഒക്കെ കംപ്ലീറ്റ് അസുഖങ്ങളുടെ ഒരു വർഷമായിരുന്നു. കാരണം ഇവിടെ വന്ന് നമ്മൾ ഒരു 2-3 വർഷം അങ്ങനെ തന്നെ ആയിരിക്കും ഓരോ അസുഖങ്ങളും. ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ വർഷം എന്തായാലും അങ്ങനെയുള്ള വിന്റർ ഫ്ലൂ ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതെ, അല്ലെങ്കിൽ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴത്തേനും ഇവിടെ നല്ല തണുപ്പാണല്ലോ. തണുപ്പാകുമ്പോൾ ബാക്ക് ടു ബാക്ക് ഞങ്ങൾക്ക് പനി, ജലദോഷം, സിക്ക് ലീവ് ഒരാൾക്ക് കഴിയും. നമ്മൾ ആക്ച്വലി ഒരു ബിഗ് ഫാമിലിയാണ്. ലണ്ടൻ മലയാളി ഫാമിലി ഒരു ബിഗ് ഫാമിലിയാണല്ലോ. നമ്മളൊരു 7 മെമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കഴിയുമ്പോൾ അടുത്താക്ക് വരും. അടുത്താക്ക് വരുമ്പോൾ ഇത് ഒരു സൈക്കിൾ കണക്ക് കറങ്ങി വന്നിട്ട് ആദ്യ ആൾക്കാണ് വന്നതല്ലേ അവർക്ക് വീണ്ടും കിട്ടും. എൻ്റെ അമ്മ കഴിഞ്ഞ വർഷമൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം ഞങ്ങൾ എല്ലാവരും പെട്ടുപോയി കേട്ടോ. പക്ഷെ ഇപ്പം ജിമ്മും പിന്നെ കുറച്ച് ഹെൽത്ത് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തല്ലേ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഇയർ നിന്ന വീടും അതേപോലെ കുറച്ച് പെട്ടെന്ന് അവിടെ ഇൻസുലേഷനൊക്കെ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വിന്ററിലൊക്കെ പെട്ടെന്ന് ഈ മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അതെ, ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി നമ്മളിവിടെ വന്നിട്ട് ഇവിടെ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടൈമിലാണ് ഞങ്ങൾ UK മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രഗ്നൻ്റ് ആയി. ഞാനും ആച്ചും നമ്മളൊക്കെ ഓൾമോസ്റ്റ് സെയിം ടൈമിൽ 2 months ഗ്യാപ്പിൽ പ്രഗ്നൻസി. അപ്പോൾ എന്ത് പറ്റുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ നിന്ന വീട്ടിൽ നിന്ന് മാറേണ്ടിയുള്ളൊരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരുപാട് വീട് നോക്കിയല്ലേ, ഒരുപാട് വീട് നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് വീട് കിട്ടി. അത് പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അത് ഇവിടെ UK-യിലുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ മാത്രമല്ല, വീട് മാറുന്ന എല്ലാവരുടെ ഒരവസ്ഥയിലാണ്. കുറേ വീട് നോക്കണം, ഭയങ്കര ഫോർമാലിറ്റീസ്. ഇവിടെ ജോലി കിട്ടുന്നതിനേക്കാളും പാടാണ് വീട് കിട്ടുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത്. സത്യം. എന്തൊക്കെ ഫോമുകളും ഇതൊക്കെ ഫിൽ ചെയ്യണമെന്നാണ്, കുറേ വെരിഫിക്കേഷൻ, റെഫറൻസ് ചെക്ക്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾക്ക് കിട്ടിയൊരു വീട്. ആ വീട്ടിലാണെങ്കിൽ ആ ലാൻഡ് ലോഡ് പറഞ്ഞത് 2 years നമ്മൾ കോൺട്രാക്റ്റിൽ നമ്മൾ ആ വീട് എടുത്തത്. 1 year കോൺട്രാക്റ്റിൽ കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 years ആ വീട്ടിൽ ഓൾമോസ്റ്റ് സ്റ്റക്കായെന്ന് ഞാൻ പറയൂല. കാരണം വി വർ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ടൈം. കാരണം നമുക്ക് വേറെ ഒരു വീടും ആ സമയത്ത് കിട്ടുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അങ്ങനെ 2 yearsന് ശേഷം ഞങ്ങൾ എന്നാടാ ഇവള് സമ്മതിക്കില്ല കേട്ടോ. ക്യാബേജോ? ഓക്കെ ഓക്കെ. ആ പിന്നെന്താ വേണ്ടേ? ക്യാരറ്റാ? കൈ മാറ്റി സു. എന്താ വേണ്ടേ? അത് സ്ക്രൂവിൽ തരാൻ പറ്റില്ല. ലെമൺ വെച്ചോ, വാപ്പിയെ കട്ട് ചെയ്യാൻ. അതെന്നാ പിടിച്ചോ. കൈ മാറ്റി സു. അങ്ങോട്ട് മാറ്റി നിർത്തും. ലെമണി കുത്തണത് വിളിക്കുന്നത്. ओह वेरी नाइस. हो गई यार. अपना इसको वेजीज निकाल के एयर फ्राई करना है. वेजीज ओनली. वेजीज एयर फ्राई करना है. ये इसमें करना है. ओके. तो क्या है ना, इधर तो कुछ अंगूठ निकी के. ओके. हॉट है ये. हाँ 1 second. यार देते हैं इसमें स्टफ पे. हाँ बेस्ट है. नहीं इधर അല്ല അവിടെ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഉള്ളി എടുത്ത് क्या है ना, अभी मैं ऑलरेडी वेजीज इसके अंदर ही डाला है, सब डाल सकती हूँ मैं. ओके. हाँ ओके. റിംഷ ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് ആയിട്ടാണ് ചിക്കൻ ആക്കിയതെന്ന്. അപ്പോൾ സ്റ്റാഫ് അതുപോലെ എടുത്തുകൊണ്ട് വന്ന് ബാക്കി ഇവിടെ ആക്കിയിട്ട് നമ്മുടെ ബാക്കിയുള്ള ഗെയിമും പരിപാടികളൊക്കെ തുടങ്ങാൻ വിചാരിച്ചിട്ടാ. ഇതുപോലെ ട്രെയിൽ തന്നെ നല്ല രസമുണ്ട് കാണാനല്ലേ. കാണാൻ നല്ല രസമുണ്ട്. ട്രെയിൽ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പോൾ ഇതിനകത്ത് വെജീസ് മാറ്റി നമ്മളിപ്പോൾ എയർ ഫ്രയറിൽ ഇട്ടില്ല, അതിനകത്തേക്ക് ഇടണം. ബാക്കി നമ്മുടെ ഓവനകത്തേക്ക് കയറ്റാനുള്ള പരിപാടി ചെയ്യട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. I'm gonna play a lot. Happy New Year. Okay, let's go. Happy New Year. मीनू कहाँ है? अरे वो वही है. എന്തു പറ്റി? बोलो ना.
ഞാനൊരു സാലഡ് മീൻസ് ഒരു ടർക്കിഷ് പോലത്തെ ഒരു സാലഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനകത്ത് നമ്മുടെ വെജീസും പിന്നെ നമ്മുടെ ബീട്രൂട്ട് ആഡ് ചെയ്യും. ബീട്രൂട്ടും Welcome to 2026. तहनी नहीं बनाया. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇവിടെ പുറത്ത് പടക്കം പൊട്ടലെല്ലാം തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ഡിന്നർ കഴിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബീഫും ചിക്കനും ഒക്കെ ഭയങ്കര ജ്യൂസി ആൻഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിനിടയിൽ എനിക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയത് ഇന്നലെയാണ്. സോ ഒരു ചെറിയ സ്മോൾ പ്ലം കേക്ക് നമ്മൾ കട്ട് ചെയ്തു. ക്രീം കേക്ക് നമ്മൾ ആരും ആക്ച്വലി ഇവിടെ കഴിക്കാറില്ല കേട്ടോ. മാക്സിമം ഞങ്ങൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അതുകൂടാതെ ഷാനു എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നു, ഒരു മൈക്ക്. ഷാനു എന്നോട് ഒരു മൈക്കും കൂടെ വാങ്ങാൻ ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നമുക്ക് 1K സബ്സ്ക്രൈബറായിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാനു അതെനിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തന്നു കേട്ടോ. ദ ബെസ്റ്റ് പാർട്ട് ഇൻ ലണ്ടൻ ഞാൻ പറയുവാണെങ്കിൽ ഓൾ മൈ സറൗണ്ടിങ്സ്, ഈവൻ മൈ ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവരും എൻ്റെ സക്സസ് കാണാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാനതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഒന്ന് ഡള്ളാവുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താണ്, എല്ലാ കാര്യത്തിനും ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അതാണ് ഒരു ബെസ്റ്റ് പാർട്ട്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാനായിട്ടുള്ള കാര്യം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ മൈഷു മാലും ഒരു സ്കിറ്റ് പോലത്തെ ഒരു സംഭവം, ഒരു ഓൺ പോയമൊക്കെ റൈറ്റ് ചെയ്തിട്ട് അത് വന്ന് ആക്ട് ചെയ്ത് പെർഫോമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് എ നൈസ് ന്യൂ ഇയർ ഈവനിങ് ഫോർ അസ്. അതുപോലെ ഐസു ഒക്കെ അതിനകത്ത് കൂടെ ജോയിൻ ചെയ്ത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഐസുവിനും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇറ്റ് വാസ് സച്ച് എ നൈസ് ഈവനിങ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കുറേ ഗെയിംസൊക്കെ കളിച്ചു. ഗെയിംസൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലേറ്റ് നൈറ്റ് ഞങ്ങൾ ഒരുപാട് ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു. ദ കോൺവെർസേഷൻ സ്റ്റാർട്ട് വിത്ത് എന്താണ് നമ്മുടെ ഇയറിലെ ഗോള്, എങ്ങനെയാണ് നമ്മളതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത്, എന്തൊക്കെയാണ് നമ്മളങ്ങനെ എല്ലാവരോടും ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഭയങ്കര രസമുള്ളൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇവിടെ മക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മിങ്കിളായതുകൊണ്ടും ഭയങ്കര ലൈക്ക് ഇത്ര ചെറുതിലേ ഐസുവിനും ഇങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയതുകൊണ്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അവർ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഈച്ച് അതർ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇവിടെ ലണ്ടനിൽ അങ്ങനെ ഒന്ന് കിട്ടാൻ ഭയങ്കര പാടാണ്. സോ
They are so lucky. ഇവിടെ ഡാഡീസ് ചിയർ ഗേൾസ് ഈസ് പ്രസൻറ്റ് കേട്ടോ. ഇഫ് എ ഡാഡ് ഹാവ് ഗേൾസ് ലൈക്ക് എസ്പെഷ്യലി ചിൽഡ്രൻസ് എല്ലാം ഗേൾസ് ആണെങ്കിൽ ഐ ഓൾവേസ് എക്സ്പെക്ട് ദിസ് വുഡ് ഹാപ്പൻ. കാരണം ഞങ്ങളും ഇങ്ങനെ ആയിരുന്നു കേട്ടോ. സോ ഇറ്റ്സ് ലൈക്ക് എ ഹീറോ ഫോർ us, റൈറ്റ്? സോ അവർ ഭയങ്കര ഈവൻ 2 ക്യാൻഡിലാണ് സാഫ ഊതി അണിച്ചെങ്കിലും അവരത് സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ ഓ മൈ ഗാഡ് ഐ വാസ് സോ ഹാപ്പി ടു സീ ദിസ് ബിക്കോസ് എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു കേട്ടോ. ഞാൻ സ്കോർ ചെയ്തു കേട്ടോ. ഇവിടെ ഷാനു ഫുള്ള് സ്കോർ ചെയ്തു. അതാ നിങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനത്തെ ആ സമയം ഓൾമോസ്റ്റ് 1:30 ആയിട്ടോ. ഐസ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോയി. ഞങ്ങളുടെ കോൺവെർസേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2:33 ഒക്കെ ആയി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ 2025 എൻഡ് ആവുന്നതിന് മുന്നേ നമ്മൾ 1K ഫാമിലി ആവുമെന്ന്. ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു each one of your, this means each one of you represents my family members. Thank you so much for being with me, being with us as a family. Thank you, just thank you.